MLA സ്ഥാനത്ത് നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടുന്നതിൽ നിലപാട് തിരുത്തി CPIM. രാജി ആവശ്യം കേരളത്തിന്റെ പൊതുവികാരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPIM രാജി ആവശ്യപ്പെട്ടില്ലെന്ന് കോൺഗ്രസ് പ്രതിരോധത്തിനിടെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. കോൺഗ്രസിന്റെ യുവതാരമെന്ന് വാഴ്ത്തപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നാണം കെട്ട് നിലംപരിശായിട്ടും MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടിരുന്നില്ല. അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നായിരുന്നു CPIMന്റെ നിലപാട്. അതാണ് KPCC ഇന്ന് പരിചയാക്കിയതും. MLA സ്ഥാനം രാജിവെച്ചാൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ തിരിച്ചടിയാകുമെന്ന വികാരമാണ് ഘടകകക്ഷികൾ പങ്കുവച്ചത്. M വിൻസെന്റ്, എൽദോസ് കുന്നപ്പള്ളി, മുകേഷ് എന്നിങ്ങനെ ചൂണ്ടിക്കാട്ടാൻ കീഴ്വഴക്കങ്ങളുമുണ്ട്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ആലോചിക്കട്ടെന്നാണ്. അത്രമാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ. കാരണം CPM ഇത്തരം കേസുകളിൽ ഇതിനേക്കാൾ ഗൗരവമേറിയ കേസുകൾ ആലോചിച്ചിട്ടില്ല. അതെല്ലാം അവർക്ക് നന്നായിട്ടറിയാം. ഇവിടെ ഏറ്റവും വേഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി സ്ഥാനത്തുനിന്ന് അദ്ദേഹം ഒഴിഞ്ഞു. അതിൻ്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചു. ഇതോടെ ഇന്നലെ പറഞ്ഞത് തിരുത്തി CPIM സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തി. രാജി ആവശ്യം കേരളത്തിന്റെ പൊതുവികാരമാണ്. മുകേഷിനെതിരെ ഉയർന്നത് ആരോപണമാണ്. ഇപ്പോൾ വരുന്നത് തെളിവുകളുടെ പ്രവാഹമാണ്. അതുകൊണ്ട് രാജിക്കാര്യം കോൺഗ്രസ് പരിശോധിക്കണമെന്ന് ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഇത് പൂർണ്ണമായ തെളിവാണ്. തെളിവ് ജനങ്ങളുടെ മുമ്പിലാണ്. അതിനെ മൂടി വെച്ചുകൊണ്ട് എന്തെല്ലാം വിശദീകരിച്ചാലും ആ വിശദീകരണത്തിന് ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. ആരോപണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. തെളിവുകളോടി വന്ന ഈ കാര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇന്ന് രാഹുലിനെ പ്രതിരോധിക്കാൻ വാവിട്ട വർത്തമാനം പറഞ്ഞ് വെട്ടിലായത് VK ശ്രീകണ്ഠൻ MP ആണ്. പുറത്തുവന്ന ശബ്ദരേഖയുടെ ആധികാരികത പോലും ചോദ്യം ചെയ്തു VK ശ്രീകണ്ഠൻ. നിയമപരമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പരാതി ഇതുവരെയും രാഹുലിനെതിരായിട്ടില്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടലാണ്. ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെ വെളിപ്പെടുത്തൽ മാത്രമാണ്. ഓരോ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അവരുടെ ഗൂഢാലോചന എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നല്ലേ ഉള്ളൂ. രാഹുലിനെതിരെ സംഘടനാപരമായി എടുത്ത നടപടികളിൽ തൃപ്തി കൊള്ളുകയാണ് കോൺഗ്രസിന്റെ വനിതാ നേതാവ് ദീപ്തി മേരി വർഗീസ്. ഒരാളെക്കുറിച്ച് ഒരു ആരോപണം പറയുമ്പോൾ ആരോപണം ശരിയോ തെറ്റോ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് തെളിയിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് വളരെ മാതൃകാപരമായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കുകയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിയമപരമായി വരികയാണെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും തീർച്ചയായിട്ടും അതിനെ നേരിടും. എന്നാൽ കോൺഗ്രസിലെ യുവനിര മൗനത്തിന്റെ ഗഹ്വരത്തിലാണ്. രാഹുലിന്റെ രാഷ്ട്രീയ രക്ഷകർതൃത്വം ഏറ്റെടുത്ത ഷാഫി പറമ്പലിനെ കണ്ടവരില്ല. രാഹുലിനെ പിന്തുണയ്ക്കുന്നു എന്ന ചോദ്യത്തിന് ഡീൻ കുര്യാക്കോസിന് മറുപടിയില്ല. തീർച്ചയായിട്ടും ഓരോ കോൺഗ്രസ്സുകാരനും ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിലും ഇത്തരം ഒരു ആരോപണമൊക്കെ വരുമ്പോൾ പാർട്ടി പദവിയിൽ അങ്ങനെ ഒരു സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലല്ലോ. എല്ലാ മുതിർന്ന നേതാക്കൾ പറഞ്ഞല്ലോ എന്ന് ഒഴിഞ്ഞുമാറി പാലക്കാട്ടെ സഹചാരിയായിരുന്ന VT ബൽറാം. നിലപാട് പറയാനുള്ള നേതൃത്വം അവർ പറയും, നിങ്ങളെ അറിയിക്കും. ചേർത്തു പിടിച്ചവരും കൂടെ നിന്നവരും പിന്നിൽ നിന്നവരും കൈയൊഴിഞ്ഞതോടെ വിവാദ കാണ്ഡം മറികടക്കൽ രാഹുലിന്റെ മാത്രം അതിജീവനമാകും. സതീശൻ, ഷാഫി പവർ ഗ്രൂപ്പിന്റെ പതനത്തോടെ അസ്വസ്ഥരുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങളും തത്കാലം രാഹുലിനെ കേന്ദ്രീകരിച്ച് മാത്രമാകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.